നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ശരിയല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര ആളുകൾ, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 90% ആളുകളുടെ ആൻസർ അല്ല എന്നായിരിക്കും, ശരിയല്ലേ? എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും ലൈഫിൽ വലിയൊരു എൻജോയ്മെൻറ്റിലേക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അത്യാവശ്യമാണ്, അതോടൊപ്പം തന്നെ ടൈം ഫ്രീഡവും അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ പുറകെ ഒരു വളരെ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ലൈഫ് സെറ്റിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും പല ആളുകൾക്കും ഫിനാൻഷ്യലി ഫ്രീ ആകാനും പറ്റുന്നില്ല, എന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്ത അവസ്ഥയിലാണ്. ചില ആളുകൾ ഫിനാൻഷ്യലി കുറച്ചൊക്കെ സെറ്റിൽഡ് ആയിരിക്കാം, പക്ഷേ ഒരു മിനിറ്റ് പോലും ഫ്രീ ഇല്ലാതെ ഫുൾ ടൈം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, നമുക്ക് ഒരിക്കൽ മാത്രം കിട്ടിയിട്ടുള്ള ഈ ഒരു ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആശയം. റോബർട്ട് കിയോസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതറായിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ കുറച്ച് ആശയങ്ങളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച്, റോബർട്ട് കിയോസാക്കിയെ സംബന്ധിച്ച്, അദ്ദേഹം ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അവർ ചെലവഴിക്കുന്ന സമയവും അവർക്ക് കിട്ടുന്ന വരുമാനത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പേര് SB ക്വാഡ്രൻ്റ് എന്നുള്ളതാണ്. SB ക്വാഡ്രൻ്റ് മീൻസ്, E മീൻസ് എംപ്ലോയി എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് S മീൻസ് സെൽഫ് എംപ്ലോയി, B മീൻസ് ബിസിനസ്സേഴ്സ്, I മീൻസ് ഇൻവെസ്റ്റേഴ്സ്. അദ്ദേഹം എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി കാറ്റഗറീനെ ഈ ഒരു ക്വാഡ്രൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ്സേഴ്സ്, ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം റൈറ്റ് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്. എന്താണ് എംപ്ലോയീസ്? നമുക്കറിയാം, എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് കാറ്റഗറി തീർച്ചയായിട്ടും നമ്മുടെ സമയം വിറ്റ് ജീവിക്കുന്ന ആളുകളെയാണ് നമ്മൾ എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ സമയം വാങ്ങുന്ന ആളുകളാണ് ബിസിനസ്സേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നോക്കാം നമുക്ക് എംപ്ലോയി കാറ്റഗറി മീൻസ് നമ്മളൊരു 10 തൊട്ട് 5 മണി വരെ ജോലി ചെയ്യുന്നു, അതിനുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു സാലറി ആയിട്ട് ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് ഡെയിലി ആകാം അല്ലെങ്കിൽ മന്ത്ലി ആകാം, ആ രീതിയിലേക്ക്. അപ്പോൾ മന്ത്ലി ഒരു 30,000 റുപ്പീസ് ഇൻകം വാങ്ങുന്ന ഒരു എംപ്ലോയി ആണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ഇൻകം ലിമിറ്റഡ് ഇൻകം ആണ്, ഒരിക്കലും വലിയൊരു ഇൻകത്തിലേക്ക് മാറാൻ പെട്ടെന്ന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, ആ ഇൻകത്തിൽ ഒരു 30,000 റുപ്പീസ് ഇൻകത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം വർക്ക് ചെയ്യാൻ തയ്യാറാവണമെന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. സെൽഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ജോലി, അവരുടെ ജോലി സ്വയം കണ്ടെത്തുന്ന ആളുകളെയാണ് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയാം. നമുക്കറിയാം, ഡോക്ടേഴ്സ്, സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, അതുപോലെ എൻജിനീയേഴ്സ്. ദെൻ നമുക്കറിയാം ചെറുകിട കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ. കാരണം നമുക്കറിയാം ചെറുകിട കച്ചവടങ്ങൾ നടത്തുന്ന പലപ്പോഴും ബിസിനസ്സാണ് എന്നുള്ള ഒരു ഐഡിയയിലാണ് പലരും സംസാരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് വേണ്ട ഒരു ജോലി കണ്ടെത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് സ്കെയിലിലേക്ക് മാറണം എന്നുള്ളതാണ്. കാരണം ഒരു ചെറിയ കച്ചവടക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു 2 മാസം ആ ഒരു കച്ചവടത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ആക്റ്റീവായിരുന്നാൽ മാത്രമേ വരുമാനമുള്ളൂ. അതായത് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിൽ അവർ ആക്റ്റീവായിരിക്കുമ്പോൾ മാത്രം വരുമാനം വരുന്ന ഒരു കാറ്റഗറിയാണ് എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് കാറ്റഗറി. ഈ ഒരു കാറ്റഗറിയുടെ പ്രത്യേകത, ആക്റ്റീവ് അല്ലെങ്കിൽ അവരിലേക്ക് വരുമാനം എത്തില്ല എന്നുള്ളതാണ്. പല ഇടത്തരം ഫാമിലിയിലും വരുന്ന, ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ആ ഫാമിലി തന്നെ ഇല്ലാതായി പോകുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത് ഈ ഒരു ആക്റ്റീവായിരിക്കുമ്പോൾ വരുമാനം വരുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ റൈറ്റ് സോണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബിസിനസ്സേഴ്സാണ്. ബിസിനസ്സേഴ്സിൻ്റെ പ്രത്യേകത, അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ സമയം വാങ്ങിക്കുന്ന ആളുകൾ. നമുക്കറിയാം എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് ഈ കാറ്റഗറിയിലുള്ള ആളുകൾ സമയം വിറ്റുകൊണ്ടിരിക്കുന്നു. അത് ബിസിനസ്സേഴ്സ് ആണെങ്കിൽ ആ സമയം വാങ്ങിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം റിലയൻസ് ഗ്രൂപ്പ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ്. അവർ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ സമയം വാങ്ങിച്ചുകൊണ്ട് വലിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു.
ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവർ ആക്റ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. അവർ പാസീവായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റുകളിലോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സംരംഭങ്ങളിലോ അവർ ഡെയിലി വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റമാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കാം, വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ക്വാളിഫിക്കേഷനേക്കാൾ എത്രയോ മടങ്ങ് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് സമയം വിറ്റുകൊണ്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ കഴിവും ക്വാളിറ്റിയും യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം വെച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ്. ദെൻ നെക്സ്റ്റ് അടുത്ത കാറ്റഗറി ആളുകൾ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പണമാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ബിസിനസ് വരുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അവരുടെ പ്രോഫിറ്റായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഈ 4 കാറ്റഗറി ആളുകളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സോണിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് ആണ്. റൈറ്റ് ക്വാഡ്രൻറ്റ് വരുന്നത് ബിസിനസ്സേഴ്സ്, ഇൻവെസ്റ്റേഴ്സാണ്. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് ലിമിറ്റഡ് ഇൻകം ആണ്. അവരെ സംബന്ധിച്ച് ആക്റ്റീവായിരിക്കുമ്പോൾ മാത്രമേ വരുമാനം വരുള്ളൂ. ബിസിനസ്സേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ച് അൺലിമിറ്റഡ് ഇൻകം ആണ്. അവർ പാസീവ് ആകുമ്പോൾ വരുമാനം വരുന്നുണ്ട്. റിയൽ സെൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഈ 2 കാറ്റഗറി ആളുകൾ, ലെഫ്റ്റ് റൈറ്റ് കാറ്റഗറി ആളുകൾ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, കൂടുതൽ ലൈഫ് കളർഫുൾ ആക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിസിനസ്സേഴ്സ്, ഇൻവെസ്റ്റേഴ്സാണ്. അവിടെ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചും ഈ ലെഫ്റ്റ് സോണിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള ആഗ്രഹമാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാം. ഇവിടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത ഇതാണ്. റോബർട്ട് കിയോസാക്കി പറയുന്ന ഒരു കാര്യം ഇതാണ്. ലോക ജനസംഖ്യയുടെ 90% ആളുകളും സെൽഫ് എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയി കാറ്റഗറി, ആ കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. അതായത് ലെഫ്റ്റ് ക്വാഡ്രൻറ്റിലും 10% ആളുകളുള്ളത് അതിൻ്റെ റൈറ്റ് ക്വാഡ്രൻറ്റിലുമാണ്. അതായത് ബിസിനസ്സേഴ്സ്, ഇൻവെസ്റ്റേഴ്സിലുമാണ്. ഏറ്റവും രസകരമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. എന്നാൽ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ, ലോകത്തിൻ്റെ വെൽത്തിൻ്റെ 10% ലെഫ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളത്. അതായത് 90% റൈറ്റ് ക്വാഡ്രൻറ്റിലാണ്. അതായത് ടോട്ടൽ പോപ്പുലേഷന് 90% പോപ്പുലേഷനുള്ള ലെഫ്റ്റ് ക്വാഡ്രൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വെൽത്ത് എന്ന് പറഞ്ഞത് 10%. എന്നാൽ 10% പോപ്പുലേഷനുള്ള റൈറ്റ് ക്വാഡ്രൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത വെൽത്ത് 90%. നമുക്കെല്ലാവർക്കും ഉള്ള ആഗ്രഹം, നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണമെന്നുള്ളത്. നമ്മുടെ ലൈഫ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടൊപ്പം ടൈം ഫ്രീഡം, അതായത് പാസീവായിരിക്കുമ്പോൾ പോലും വരുമാനം വരുന്ന റൈറ്റ് ക്വാർട്ടറിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ ഒന്നുകിൽ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി സ്കിൽ ഓർ ഒരു ഐഡിയ ഉള്ള ആളായിരിക്കണം. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി സ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, സച്ചിൻ ടെണ്ടുൽക്കർ, അതോടൊപ്പം തന്നെ നമുക്ക് തന്നെ അറിയാം എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരുപാട് ഫിലിം ആർട്ടിസ്റ്റുകൾ. ഇങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ള ആളുകൾക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഐഡിയ വേണം. നമുക്കറിയാം ബൈജൂസ് ആപ്ലിക്കേഷൻസ്, ഓയോ റൂംസ്, അതുപോലെ ഗൂഗിൾ, അതല്ലെങ്കിൽ ആമസോൺ, ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എക്സ്ട്രാ ഐഡിയ വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ 2 കാറ്റഗറി, എക്സ്ട്രാ ഓർഡിനറി സ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഐഡിയ ഉള്ള ആളുകൾക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരന് അസാധാരണമായ രീതിയിലേക്ക് മാറാൻ, ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് പാസീവ് ഇൻകത്തിലേക്ക് മാറാൻ, അതായത് 10% വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത ലെഫ്റ്റ് ക്വാർട്ടറിൽ നിന്ന് റൈറ്റ് ക്വാർട്ടറിലേക്ക് മാറാൻ ലോകത്ത് ഒരൊറ്റ കൺസെപ്റ്റേ ഉള്ളൂ. അതിനെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, റഫറൽ മാർക്കറ്റിംഗ് എന്ന് റോബർട്ട് കിയോസാക്കി മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളൊന്ന് ഗൂഗിളിൽ കയറി ട്രംപ് നെറ്റ്വർക്ക് എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ട്രംപ് നെറ്റ്വർക്ക് വാസ് എ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി നെയിംഡ് ആഫ്റ്റർ ബിസിനസ് മാൻ ഡൊണാൾഡ് ട്രംപ്. നമുക്ക് മുൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇന്ന് വിദേശത്തൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഒരുപാട് വർഷക്കാലം ലോകത്തിലെ നമ്പർ 1 കോടീശ്വരൻ എന്ന പട്ടം അലങ്കരിച്ച ബിൽ ഗേറ്റ്സ് പറയുന്നത്, ഇന്ന് അദ്ദേഹം ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ചൂസ് ചെയ്യാൻ പോകുന്ന ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരിക്കും, അതല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റ് പറയുന്നത്, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും
ലാഭം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, മുൻ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുള്ള APJ അബ്ദുൽ കലാം പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ യുവാക്കൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയും. ഇതുപോലെ ഇങ്ങനെ നിരവധി പേർ ലോകത്തിൽ ഉടനീളം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയെ വളരെ അധികം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ ആണെങ്കിലും ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. പല ആളുകളെ സംബന്ധിച്ചും ഇതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ചിന്തകളാണ്, നെഗറ്റീവ് കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.